നമ്മൾ ആത്മീയമായി അധപതിച്ചു പോകുന്നു. ഇതിനൊക്കെ കാരണം നമ്മൾ ആരാ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അബ്രഹാം പറയാ, ഞാൻ വെറും പൊടിയും ചാരവുമാണ് കർത്താവേ, ഞാൻ വെറും പൊടിയും ചാരവുമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ പ്രത്യാശ ലഭിച്ചവരായിരുന്നു, ഈ വെളിച്ചം കിട്ടിയവരായിരുന്നു വിശുദ്ധാത്മാക്കള്, കർത്താവിനോട് ചേർന്ന് ജീവിച്ച ശുദ്ധാത്മാക്കള്, സഭയുടെ രക്തസാക്ഷികള്, കർത്താവിനെ ഏറെ സ്നേഹിച്ച ഒരുപാട് ജീവിതങ്ങള് എക്കാലത്തുമുണ്ട്, നമ്മുടെ ഈ നാളുകളിലുണ്ട്. നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ നിസ്സാരത, നമ്മൾ പൊടിയും ചാരവുമാണ്. നമ്മൾ എത്ര ഉന്നതരാണെങ്കിലും നമ്മൾ ഇത്രയേ ഉള്ളോ എന്നുള്ള ആ നിസ്സാരത നമ്മൾ മനസ്സിലാക്കിയ നമുക്ക് എളിമപ്പെടാൻ പറ്റും, ക്ഷമിക്കാൻ സാധിക്കും, സ്നേഹിക്കാൻ പറ്റും, വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റും, കർത്താവിനോട് ചേർന്ന് ഈ ലോക ജീവിതത്തിന്റെ തുറന്നുള്ള നാളുകൾ ചെലവഴിക്കാൻ പറ്റും. ഇതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. വെറും ഭൗതികതയുടെ വളർച്ചയല്ല, ഭൗതികമായ നന്മകളല്ല, ദൈവാനുഗ്രഹത്തിന്റെ ആധാരമെന്ന് പ്രിയ ദൈവത്തിന്റെ പൈതലേ നീ തിരിച്ചറിയണം.